ഹാപ്പി സോൾസ്. നിങ്ങളുടെ ലൈഫിനെ ഒരു മിറാക്കിൾ ലൈഫാക്കി മാറ്റിയാലോ? അതിന് നിങ്ങൾ റെഡി ആണെങ്കിൽ മാജിക്കൽ ആയിട്ടുള്ള ടൂളുമായിട്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണാനായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ രാവിലെകളെ, അതായത് നിങ്ങളുടെ മോർണിംഗുകളെ ഏറ്റവും മനോഹരമാക്കി മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ അടിപൊളിയാക്കാൻ കഴിയുന്ന ഒരു മാജിക്കൽ ടൂള്. ഏകദേശം ഒരു 45 to 1 hour ഇതിനൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയം കണ്ടെത്തേണ്ടി വരും. അതായത് മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ബുക്കിൽ നിന്നാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ രാവിലത്തെ കുറച്ച് സമയം നമ്മൾ എന്താ സാധാരണ ചെയ്യാറുള്ളത്? നിങ്ങൾ ചിലപ്പോൾ നമ്മളെടുത്ത് ഫോൺ എടുത്ത് നോക്കും, വാട്സപ്പിൽ നോക്കും, ഫേസ്ബുക്കിൽ നോക്കും, ഇൻസ്റ്റാഗ്രാമിൽ നോക്കും. അങ്ങനെ നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ, നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ നമ്മുടെ ട്രൂ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാതെ നമ്മൾ പല കാര്യങ്ങളിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? അപ്പൊ അതിനെ മാറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ പൊട്ടൻഷ്യലിനെ മുഴുവനായിട്ട് പുറത്ത് എടുത്തുകൊണ്ട് നമ്മുടെ ലൈഫിനെ മിറാക്കിളാക്കി ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന ഒരു മാജിക്കൽ ടൂള്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സേവേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് സേവേഴ്സ്? SAVERS. അതിൽ എസ് എന്ന് പറയുന്നത്, ആദ്യത്തെ എസ് എന്ന് പറയുന്നത് സൈലൻസ് ആണ്. നമ്മൾ രാവിലെ ഇങ്ങനെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ കുറച്ച് സമയം, ഒരു 2 to 5 minutes നമ്മൾ എന്താ ചെയ്യുക? വളരെ സൈലന്റ് ആയിട്ടിരിക്കുക. സൈലന്റ് ആയിട്ടിരിക്കും നമ്മൾ കാമായിട്ട് ബ്രീത്ത് എടുക്കുകയും ബ്രീത്ത് പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്യുക. ഈ സമയം നമ്മുടെ മനസ്സിൽ നന്ദി കൊണ്ടാണ് നമ്മളുടെ ഹൃദയം നിറയേണ്ടത്. അതായത് നമുക്ക് പല കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയാം. വളരെ സൈലന്റ് ആയിട്ടിരുന്നിട്ട് നമ്മൾ നന്ദി പറയുക. ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ കാര്യങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനും ഉണ്ടാകാൻ പോകുന്നതിനും ഒക്കെ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു രാവിലെ ആ ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്ന ടൈം തുടങ്ങാം. സേവേഴ്സിലെ അടുത്തത് അഫർമേഷൻ ആണ്. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ദൃഢപ്രതിജ്ഞാ വാക്യങ്ങൾ. നമ്മളോട് പറയുന്ന പോസിറ്റീവായിട്ടുള്ള വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നവയാണ്. ഞാനിപ്പോൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നിട്ട് ഞാൻ എന്നോട് പറയുന്ന അഫർമേഷൻ ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാം. ഓൾ ഈസ് വെൽ, എവറിഥിങ് ഈസ് വർക്കിംഗ് ഔട്ട് ഫോർ മൈ ഹയസ്റ്റ് ഗുഡ്. ഔട്ട് ഓഫ് ദിസ് സിറ്റുവേഷൻ ഓൺലി ഗുഡ് വിൽ കം. ഐ ആം സേഫ്, ഐ ആം ലവ്ഡ് ആൻഡ് ഐ ആം പ്രൊട്ടക്റ്റഡ് ആൻഡ് ഐ ആം എ മാഗ്നറ്റ് ഫോർ അബൻഡൻസ് ആൻഡ് സക്സസ്. ഐ എം ബ്യൂട്ടിഫുൾ, ഐ എം സ്മാർട്ട്, ഐ എം ഇന്റലിജന്റ്. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ എന്നോട് തന്നെ പറയും. അതായത് ഒരു ദിവസത്തെ രാവിലെ, ഒരു ദിവസത്തെ നേരിടാനായിട്ട്, ഒരു ദിവസത്തെ വരവേൽക്കാനായിട്ട് ഏറ്റവും മനോഹരമായിട്ട് ഞാൻ എന്നെ തന്നെ സ്ട്രെങ്തൻ ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ഞാൻ രാവിലെ എന്നോട് തന്നെ പറയും. കണ്ണാടിയിൽ നോക്കിയിട്ട്, മിററിൽ നോക്കി പറയുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് സ്വാധീനം ചെലുത്താനായിട്ട് കഴിയും. മിറർ നമ്മൾ എന്ത് പറയുന്നു അതിനെ കറക്റ്റായിട്ട് നമ്മളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ രാവിലെ നമ്മൾ അഫർമേഷൻസ് പറഞ്ഞു കഴിയുമ്പോൾ അടുത്തതായിട്ടുള്ളതാണ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ ഞാൻ നിങ്ങളോട് പൂർണ്ണമായിട്ടും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്കൊരു വിഷൻ ബോർഡ് വേണം. വിഷൻ ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ഒരു പിക്ചേഴ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു ബോർഡാണ്. അതായത് ആ ബോർഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ സെൽഫ്, നമ്മൾ ഇനി ആകാനായിട്ട് പോകുന്ന നമ്മുടെ ലൈഫിനെ നമുക്കൊരു പിക്ചേഴ്സായിട്ട്, ഒരു സിനിമയിൽ എന്ന പോലെ നമുക്ക് കണ്ണിൻ്റെ മുന്നിൽ കാണാനായിട്ട് കഴിയും. നമ്മുടെ ബ്രെയിനിന് റിയാലിറ്റി എന്താണ്, നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല. അപ്പം നമ്മൾ അതിനെ കണ്ട് വിഷ്വലൈസ് ചെയ്തൊരു സിനിമയെ കാണുന്നത് പോലെ കണ്ട് അതിൻ്റെ ഇമോഷൻസ് എല്ലാം ഉൾക്കൊണ്ട് ഫീൽ ചെയ്യുമ്പോൾ അത് റിയാലിറ്റി ആകാനുള്ള സാധ്യത വളരെ വലുതാണ്. വിഷൻ ബോർഡ് വെച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോരുത്തരും വളരെ മനോഹരമായിട്ടുള്ള റിസൾട്ടുകളാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതാണ് എക്സസൈസ്. ഞാൻ നിങ്ങളോട് പറയുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. എക്സസൈസ് ചെയ്യണമല്ലോ എന്ന്, അങ്ങനെ ഭയങ്കര ടൈം എടുത്തുള്ള എക്സസൈസ് ഒന്നുമല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഒരു സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ സൂര്യ നമസ്കാരം, യോഗ, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് അത് നിങ്ങൾ രാവിലെ തന്നെ ചെയ്യുക. അത് നിങ്ങളുടെ ബോഡി, മൈൻഡിനെ റെഡിയാക്കുന്നതോടൊപ്പം നിങ്ങളുടെ ബോഡിയെയും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മൈൻഡിൻ്റെയും ബോഡിയും കൂടെ ബ്യൂട്ടിഫുൾ കോർഡിനേഷൻ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ മിറാക്കിൾസ് സംഭവിക്കും. അടുത്തതായിട്ടാണ് റീഡിങ്. റീഡിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ, നിങ്ങളെ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബുക്കിൻ്റെ 5 തൊട്ട് 10 വരെയുള്ള പേജസ് നിങ്ങൾ രാവിലെ വായിക്കുന്നത് ഒരു വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മോർണിംഗ്, ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു ദിവസം മുഴുവൻ ആ ബുക്കിൽ വായിച്ച കാര്യങ്ങളെ പറ്റി ഓർത്ത് അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയണം. സോ റീഡിങ് ഈസ് എ ബ്യൂട്ടിഫുൾ ഹാബിറ്റ്. അടുത്തതായിട്ട് സേവേഴ്സിൻ്റെ ലാസ്റ്റത്തെ ഉള്ള ഒരു എസ് ആണ് സ്ക്രിബിങ്. സ്ക്രിബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുക, അതായത് ജേണൽ എഴുതുക എന്നാണ്. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു നന്ദി കൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ പൊതിയാം എന്ന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി വെക്കാൻ പറ്റും. ചെറുതൊട്ട് വലിയ വലിയ കാര്യങ്ങൾക്ക് നമുക്ക് ഓരോ ദിവസവും നമ്മളോട് തന്നെ നന്ദി പറയാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗോളുകൾ എഴുതാം. ഒരു ദിവസം അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ഗോളുകളാണ് നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ടുള്ളത്, അച്ചീവ് ചെയ്യാനായിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ആ ഗോൾസിനെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കാം. എഴുതി വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഗോൾസിനെ പറ്റി മനോഹരമായിട്ടുള്ളൊരു ക്ലാരിറ്റിയാണ് നമ്മുടെ ലൈഫിൽ വരിക.
അപ്പോൾ ഏകദേശം ഒരു 45 to 1 hour നമുക്ക് ഈ ഒരു പ്രാക്ടീസിന് വേണ്ടി എടുക്കും. പക്ഷേ നമ്മുടെ ഒരു ദിവസത്തെ മുഴുവൻ വളരെ മനോഹരമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സേവേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 1 or 2, 3 months ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് ശരിക്കും പറയുന്നത് പോലെ ഒരു $1 million ലൈഫായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും സേവേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഫോൺ എടുത്ത് നിങ്ങൾ വേറെ കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആവരുത്. പ്ലാറ്റിനം അവറാണ് രാവിലത്തെ ഒരു 1 hour എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണർന്നതിന് ശേഷമുള്ള തൊട്ടടുത്ത നിമിഷങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മനോഹരമായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ $1 million ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഹാബിറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്.